Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Very, very good afternoon. How are you all? Fine, ma'am. Fine, ma'am. Okay. Happy to hear that you are keeping fine. Yes. So the strength is 10. 10 പേരുണ്ടാകാറുള്ളോ ക്ലാസ്സിൽ? 10 അല്ല. That means ഒന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഇതുണ്ട്, പിന്നെ ഞാനുണ്ട്. That means 8 പേര്. ഇത്രയൊക്കെ സ്റ്റുഡൻസ് ഉണ്ടാകാറുള്ളോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല ഇനിയും കുട്ടികൾ ജോയിൻ ചെയ്യാനുണ്ടോ? വരുന്നുണ്ട്. എത്ര സ്റ്റുഡൻസ് ആക്ച്വലി ഡെയിലി ആവറേജ് എത്ര പേരൊന്ന് ജോയിൻ ചെയ്യാനുണ്ടെന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? ഒരു ആവറേജ് പറഞ്ഞാൽ മതി. അറൗണ്ട് എത്ര പേരുണ്ടാകാറുണ്ട്? 35. ഓ, ദാറ്റ്സ് ഗുഡ്. 35 പേരുണ്ടാകാറുണ്ട്. അത് എപ്പോഴാ വരിക? ഏകദേശം ക്ലാസ് തീരാറാവുമ്പോഴേക്കും വരുന്ന കാര്യമാണോ? ഇത് തുടങ്ങി തീരുന്ന സമയമാകുമ്പോഴേക്കുമാണോ? അല്ല. ഓക്കെ. ഇപ്പൊ 33 ആയി. അതായത് 133. 1:33 ആയി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതാ നിങ്ങളെ, അല്ലേ? കുറെ നാളായില്ലേ കണ്ടിട്ട്. എന്തെങ്ങാണ്ട് ഒരു ദിവസം കണ്ടതാ. ഡു യു റിമെമ്പർ മീ? കണ്ടിട്ടുണ്ടല്ലേ എവിടെയെങ്കിലും? എവിടെ കണ്ടു? നമ്മൾ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല. യു ക്യാൻ ജസ്റ്റ് കൺവേ യുവർ തിങ്സ്. നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ പറഞ്ഞോളൂട്ടാ. നമ്മള് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ പറയാനും കേൾക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്യാതെ ഇരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഐ തിങ്ക് വി ആർ നിയറിംഗ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ മൊഡ്യൂൾസ് ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ കോഴ്സ്. ഏകദേശം നമ്മുടെ ഡിപ്ലോമയുടെ അല്ലെ, നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമയുടെ ഏകദേശം അവസാന ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവസാനത്തേക്ക് എത്തി. പെട്ടെന്നൊക്കെ തീർന്നുപോയി. നിങ്ങളത് ചിലപ്പോ എന്തെങ്കിലും പറയാനോ ഒന്നും കാണാനോ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എനിക്കൊരു ഇത്തിരി സമയം കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയറിയതാണ് നിങ്ങളൊന്ന് കാണാൻ. പ്രതീക്ഷിച്ചവിടെ ഇരുന്നല്ലോ. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് അല്ലെ? പേര് ഓർമ്മയുണ്ടോ എന്റെ? അപ്പൊ എനിക്കൊന്ന് പുതുക്കാൻ വേണ്ടി കയറിയതാ. പേര് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? ഓർമ്മയുണ്ടാന്ന് നോക്കട്ടെ. യെസ്. ഓ, താങ്ക്സ്. അതെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു പരിചയം ഒന്ന് പുതുക്കാന്ന് വിചാരിച്ചത്. കാരണം എന്താ അറിയോ, ഇനി നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പോയി ഇനി നമ്മള് എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് കാണും അല്ലെ? വെൻ യു ആർ കമ്മിങ് ഫോർ റിസീവിംഗ് യുവർ സർട്ടിഫിക്കറ്റ്സ് അല്ലെ? നമ്മുടെ കോൺവെക്കേഷൻ സെറമണി നടക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനൊക്കെ ഡിപ്ലോമ കഴിയുന്നവര് വരും. PG ഉള്ളവര് അതൊക്കെ കണ്ടിന്യൂ. എന്നാലും കുട്ടികൾ ചിലരൊക്കെ വരാറുണ്ട്. അപ്പൊ വന്നു കഴിയുമ്പോ നമ്മള് തമ്മിൽ അന്ന് കണ്ടതാണല്ലോ. നിങ്ങൾ എന്നെ ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യില്ല. അതുകൊണ്ട് അതൊന്ന് പരിചയം പുതുക്കാന്ന് വിചാരിച്ചു വന്നതാ. വരുമ്പോ നിങ്ങൾ വേണമെങ്കിൽ അയ്യോ ഏത് മേഡമാണ് ഏത് മിസ്സാണെന്നൊക്കെ വേണമെങ്കിലും കൺഫ്യൂഷൻ അടിച്ചിരിക്കും. അപ്പൊ ആ ഒരു ഓർമ്മയെ അന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഏകദേശം ഒരു 5 months ഇപ്പോ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു സമയത്താണല്ലോ കണ്ടേക്കുന്നത്. പിന്നെ മറന്നുപോയിട്ടുണ്ടാവും. ഒബ്വിയസ്ലി നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആകുന്നവരാണ്, വേറെ കാര്യങ്ങൾ ചെയ്യുന്നവരായതുകൊണ്ട് ചിലപ്പോ ഫേസ് നമുക്ക് ഓർമ്മ വരികയായിരിക്കും. പിന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ അവിടെ ഒരു മറ്റേ ഗൂഗിൾ ക്ലാസ് റൂമിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ അതിൽ കൂടി ഗോ ത്രൂ ചെയ്യുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ ആ പരിചയമൊക്കെ ഒന്ന് പുതുക്കാന്ന് വിചാരിച്ചിട്ടും നിങ്ങളെയൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടും നിങ്ങൾ എന്തായാലും വിളിച്ചില്ല. ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ട്രബിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അന്നേരം വന്നോളാം എന്ന് പറഞ്ഞിരുന്നു അല്ലെ? പേരും അഡ്രസ്സും ഒക്കെ തന്നിട്ടാ പോയത്. പക്ഷെ എന്താ പറയാ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ കണ്ടില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല സ്മാർട്ട് സ്ട്രീമായിട്ടോ അല്ലെങ്കിൽ സ്മാർട്ട് സ്ട്രീമിലെ ക്ലാസ്സുകളുമായിട്ടോ എന്നാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്തില്ല, നമ്മളെ വിളിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വിളിച്ചില്ലല്ലോ, എന്നാലൊന്ന് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ചു കയറിയതാ. അതുകൊണ്ടാ ചോദിച്ചത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?
സുഖമായിട്ടിരിക്കുന്നതല്ലേ? പഠിക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ? ഓക്കെ, മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്ന ക്വസ്റ്റ്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണം. നിങ്ങളുടെ എക്സാം, ഫൈനൽ എക്സാം വരുമ്പോൾ അതൊക്കെ കുറെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്. വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത് അതാണ്. എക്സാമിന് വേണ്ടി മാത്രമല്ല പഠിക്കുക, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ആൻഡ് വെൻ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ ആ ഹോസ്പിറ്റൽ, യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അല്ലെ, നമ്മൾ എന്താ പഠിച്ചെന്നുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്താ പറയാ, നമ്മള് എന്താ പറയാ, പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റൽസിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന രീതിയിലാണ് നമ്മളുടെ ആ ഒരു മൊഡ്യൂൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാം വായിച്ച് മനസ്സിലാക്കി വെക്കുക. പരീക്ഷകൾക്കുള്ളത് ഓക്കെ, അങ്ങനെ ആ രീതിയിൽ ടീച്ചേഴ്സ് മാർക്ക് ചെയ്യാൻ പറയുന്നതും മോക്ക് ടെസ്റ്റിൽ തരുന്നതും വട്ടവർ സ്റ്റഡി മെറ്റീരിയൽസ് യു ഹാവ്, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എല്ലാം നോക്കിയൊക്കെ പഠിച്ചും മനസ്സിലാക്കി വെക്കാം. പഠിക്കുക, മനസ്സിലാക്കുക. ആൻഡ് ബോത്ത് വിൽ ഹെൽപ്പ് യു. അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് നിങ്ങൾക്ക് ഈ ഒരു കാര്യമൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറുമ്പോൾ രണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പരീക്ഷകൾക്ക് നല്ല മാർക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ വെൻ യു ആർ ഗോയിങ് ടു വർക്ക് ഇൻ ആൻ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് ഉള്ള ഇതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ ചെയ്യുക കൃത്യമായിട്ട്. ആൻഡ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഹാപ്പി ആണോ സ്മാർട്ട് സ്റ്റഡിയോടൊപ്പം ചേർന്ന ഈ ഒരു കോഴ്സ് പഠിച്ചപ്പോ? അത് ഹാപ്പിയാണോ? ആണ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എക്സാം ഡേറ്റ് ഒക്കെ തരും. അത് ഒരു എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കില് നമ്മള് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ തീരാറായിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു നെക്സ്റ്റ് വീക്ക് ചിലപ്പോ ആകുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിള് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്നൊക്കെയായിരിക്കും പരീക്ഷ എന്നുള്ളതൊക്കെ. ഓക്കെ, അത് കൃത്യമായിട്ട് വരും അങ്ങോട്ടേക്ക്. ഒരു പേടിയും വേണ്ട, കൃത്യമായിട്ട് അത് വരും. അതനുസരിച്ച് നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. പരീക്ഷയുടെ തലേദിവസം ഇത് എല്ലാവരും പഠിക്കാമെന്ന് വിചാരിക്കരുത്. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളത് യൂസ് ചെയ്ത്, എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടതിന് വേണ്ടി അറിയല്ലേ. സോ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് വരെ നിങ്ങളതൊന്ന് എന്താ പറയാ ശ്രമിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാ മൊഡ്യൂൾസിലെയും എല്ലാ ചാപ്റ്റേഴ്സും ഏകദേശം ഓൾമോസ്റ്റ് കവർ ചെയ്തതാണോ? ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു തീർന്നതായിരുന്നല്ലോ. ഓക്കെ, പരീക്ഷ കഴിഞ്ഞതാണ്. ഐ നോ ദാറ്റ്. ഒന്നാമത്തെ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂൾസ് കഴിഞ്ഞപ്പോ എക്സാം ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എങ്കിലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെല്ലാം എടുത്തു തീർത്തു ടീച്ചേഴ്സ്, സെക്കൻഡ് മൊഡ്യൂളിലെല്ലാം എടുത്തു തീർത്തു ടീച്ചേഴ്സ്, തേർഡ് മൊഡ്യൂളിലെയും ഓൾമോസ്റ്റ് എല്ലാം തീർന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലായിരിക്കും ചിലപ്പോൾ ഇനി 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ ബാക്കി നിൽക്കുന്നത്. അല്ലേ? ഫോർത്ത് മൊഡ്യൂളിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഫോർത്ത് മൊഡ്യൂളിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിയോ? 11 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ? ആണോ? ഒന്ന് കൺഫർമേഷൻ കൂടി വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും മിസ്സായി പോകാൻ പാടില്ല. ഒന്നും നിങ്ങൾക്ക് എടുത്തു തരാതെ ലാസ്റ്റ് എക്സാമിന്റെ ഡേറ്റിന് നല്ല ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വന്നിട്ട് ഇന്ന ചാപ്റ്റർ എടുത്തില്ല എന്ന് പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും. ഓക്കെ, 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതില് കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് എത്ര ഉണ്ടെന്ന് പറയാമോ? ലാസ്റ്റ് മൊഡ്യൂളില് കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് എത്ര ഉണ്ടെന്ന് പറയാമോ? ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തു? ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് തീർന്നോ? മെഡിക്കൽ ഇൻഷുറൻസ് തീർന്നില്ലേ? തീർന്നിട്ടില്ല, എടുത്തോണ്ടിരിക്കുകയാണോ? ആരെങ്കിലും പറഞ്ഞോളൂ, കാരണം ഇവിടെ നമ്മൾ ഇത് ഓണാക്കി വെച്ചിരിക്കുകയാണ്. മെഡിക്കൽ ഇൻഷുറൻസ് തീർന്നു. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ തീർന്നോ? ഞാൻ ചോദിക്കുന്നത്, ആ ലാസ്റ്റ് മൊഡ്യൂളില് എത്ര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു? ടീച്ചേഴ്സ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഓൺഗോയിങ് അല്ലാത്തത് തീർന്നത് കംപ്ലീറ്റ് ചെയ്ത എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നൊന്ന് എണ്ണി പറഞ്ഞാൽ മതി. എനിക്കതൊന്ന് കൺഫേം ചെയ്യാനാണ്. 11 ചാപ്റ്റേഴ്സിൽ എത്ര എണ്ണം കംപ്ലീറ്റഡ് ആയി? ജസ്റ്റ് കൗണ്ട് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. ലാസ്റ്റ് മൊഡ്യൂളില് 5 എണ്ണം കംപ്ലീറ്റ് ചെയ്യും. എല്ലാവർക്കും ഉറപ്പാണോ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്തു എന്ന്? അപ്പൊ ബാക്കി 6 എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ബാക്കി 6 എണ്ണം ചിലത് ടീച്ചേഴ്സ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ചിലപ്പോ ഒന്നും തന്നെ പഠിപ്പിക്കാതെ അവര് പഠിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ, ആ പഠിപ്പിക്കാതിരിക്കുന്ന, അതായത് ടീച്ചേഴ്സ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നതല്ല, അല്ലാതെ ഇരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് പറയാമോ എന്നോട്? ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയോ?
ഫോർത്ത് മൊഡ്യൂളില് എടുക്കാത്തത്, ഒട്ടും തന്നെ തൊടാത്ത ചാപ്റ്റേഴ്സ് ജസ്റ്റ് പ്ലീസ് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? മൂന്നാമത്തെ ചാപ്റ്റർ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ദെൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, റൈറ്റ്? Monitoring and improving patient satisfaction. Basic of computer. Computer. Okay. Yes. Responsibility of മൂന്നെണ്ണം hospital അല്ലേ? administration. അല്ല മാം, 2, 4, 5. മൂന്നെണ്ണം അല്ല, ഒരെണ്ണം കൂടി പറയണം. ഉണ്ട് അതേതാ? Responsibility of hospital administration. ക്വാളിറ്റി മാനേജ്മെന്റ്, മോണിറ്ററിംഗ്, Hospital information. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് Responsibility of hospital Ma'am, quality administration. management എടുത്തിട്ടില്ല. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എടുത്തിട്ടില്ല മാം. പിന്നെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എടുത്തിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്, അത് HIS അല്ലേ? യെസ് മാം. ഓക്കെ. അപ്പൊ 4 ചാപ്റ്റർ ആണ് എടുക്കാത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ കൂടി പറയാം. ക്വാളിറ്റി മാനേജ്മെന്റ്, മോണിറ്ററിംഗ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആ ഷോർട്ട് ഫോം പറഞ്ഞതാണ് HIS. 4 ചാപ്റ്റർ ആണ് തൊടാത്തത്, റൈറ്റ്? അതെ. ശരിയല്ലേ? അപ്പൊ ഓക്കെ, കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ടീച്ചേഴ്സ് എടുത്തോളും. ഇത് തന്നെയാണോ എന്ന് എനിക്ക് അവിടെയും ചോദിക്കാം ടീച്ചേഴ്സിനോട്. സോ നിങ്ങൾ നമ്മളുടെ കോഴ്സ് ഒക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ, നന്നായിട്ട് അത് അവസാനിപ്പിക്കട്ടെ. എന്തോ റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, അത് എടുത്തിട്ടില്ല. റെസ്പോൺസിബിലിറ്റീസും എടുത്തിട്ടില്ല. That means അപ്പൊ 5 ചാപ്റ്റർ ആയല്ലോ. അപ്പൊ 5 ആയല്ലോ. മാം അത് സ്റ്റാർട്ട് ചെയ്തു മാം. സ്റ്റാർട്ട് ചെയ്തു മാം. സ്റ്റാർട്ട് ചെയ്തത് പറയണ്ട, ഞാൻ പറഞ്ഞല്ലോ. സ്റ്റാർട്ട് ചെയ്തത് വേണ്ട, അല്ലാത്തത് പറയാനാ പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളത് ടീച്ചേഴ്സ് 4 ചാപ്റ്റർ ആണ്. അത് ടീച്ചേഴ്സ് തന്നെ എടുത്തോളും. ഞാൻ അത് കൂടി കൺഫേം ചെയ്യട്ടെ. അത് തന്നെയാണെന്ന് പറഞ്ഞിരിക്കാനാണ്. അതിന്റെ നിങ്ങളെല്ലാവരും നമ്മളോട് സഹായിച്ചു. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെന്ന് അറിഞ്ഞതിലും എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു പ്രോമിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു അല്ലെ? നല്ല ക്ലാസ്സുകളായിരിക്കും എന്നൊക്കെ നിങ്ങളോട് ബൂസ്റ്റ് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ ശരിയാണോ ഇല്ലേന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് നന്നായി കിട്ടിയെന്നോ അല്ലെ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞു. അതിലും വലിയ സന്തോഷമുണ്ട്. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. കണ്ടതിലും വളരെ സന്തോഷം. നന്നായി പഠിക്കാം, നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാം. നമുക്ക് ഒരു ജോലി കിട്ടുന്നത് വരെ ട്രൈ അല്ലെ, പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടി നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം, പരിശ്രമിച്ച് നല്ല ജോലി വാങ്ങിക്കട്ടെ. നമ്മളുടെ കോൺവെക്കേഷൻ സെറമണിക്കൊക്കെ വരുമ്പോൾ നമുക്ക് നേരിൽ കാണാം. അപ്പൊ അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് വെൽ വിഷസ് ഫോർ യുവർ എക്സാംസ് ആൻഡ് യുവർ ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ച് എന്നാലാണ് നമ്മൾ ടീച്ചേഴ്സിന് ആഗ്രഹം, അത് നമ്മളുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് അതിനുകൂടി വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആൻഡ് ഫൈനൽ എക്സാം എല്ലാം എന്താ ഫൈനൽ എക്സാം ഓരോ മൊഡ്യൂൾ വെച്ചിട്ടായിരിക്കും ഫൈനൽ എക്സാം വരിക. ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, അങ്ങനെ മൊഡ്യൂൾ വൈസ് ആയിരിക്കും ഫൈനൽ എക്സാം. ടൈം ടേബിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് വൺസ് അഗൈൻ. ലവ് യു ഓൾ. താങ്ക് യു. ടീച്ചർ വരും. ഞാൻ ടീച്ചറുടെ ഒരു 10 മിനിറ്റ് ഒന്ന് കടം വാങ്ങിച്ചതാ. 10 എന്നുള്ളത് 15 മിനിറ്റ് ആയി. ടീച്ചർ ഇപ്പൊ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. താങ്ക് യു മാം.
Dr. Newman. Good afternoon, ma'am. Good afternoon, ma'am. Okay, responsibility നമ്മൾ കംപ്ലീറ്റഡ് ആക്കിയില്ലേ? ഫസ്റ്റ് പങ്കെടുക്കാനുണ്ടോ? Responsibility of a hospital administration. Then the chapter. കംപ്ലീറ്റ് പറഞ്ഞില്ലായിരുന്നോ നമ്മള്? ആർക്കും ഓർമ്മയില്ല? അപ്പൊ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? മറ്റേ ക്ലാസ്സിൽ ഇച്ചിരി ഭാഗം വിട്ടിട്ടുണ്ടായിരുന്നു. അതെവിടെയാണോ എന്ന് അറിയാനായിരുന്നു. അപ്പൊ നമുക്ക് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എടുക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ അറിയാവുന്ന കാര്യമാണ്. നമ്മള് ചെറിയ ക്ലാസ്സുകൾ മുതൽ ഇപ്പോ ബേസിക് ഓഫ് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് അവരുടെ നോളജ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങില് അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഹോസ്പിറ്റലില് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെ ആയിട്ടുള്ള സിസ്റ്റം എപ്പോഴും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയതായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കി പോകേണ്ടതാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കാം ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. Computers are an electronic equipment that process and store digital data. They consist of a hardware and software component that work together to ഇതിന്റെ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, റെസ്പോൺസിബിലിറ്റിയിലെ ലാസ്റ്റ് ഒരു പോയിന്റ് ആണോ?
10th പോയിന്റ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ഇത്തിരി സ്പീഡിൽ എടുത്ത് പോന്നായിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അല്ലെ. ഒരു പോയിന്റിന്റെ ഇതിൽ നമുക്ക് എൻഡ് ചെയ്യേണ്ട വന്നു. അതിന്റെ പേരിലാണ് ഞാനത് അവിടെ വെച്ച് അവസാനിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് അതെടുക്കാൻ കുഴപ്പമില്ല, കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഞാനത് നെക്സ്റ്റ് ചാപ്റ്ററിനൊക്കെ എടുക്കാമെന്നാണ്. ഓക്കെ, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മള് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങൾ വേണമെന്നുള്ള കാര്യം നമ്മൾ കണ്ടായിരുന്നു. അത്യാവശ്യം എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം, ഓർഗനൈസേഷൻ സ്കിൽസ് വേണം, ടെക്നോളജി സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, കോൺഫിഡൻഷ്യാലിറ്റി, എത്തിക്സ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, അഡാപ്റ്റബിലിറ്റി ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അതിൽ എംപതിയും കമ്പാഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൾച്ചറൽ കോമ്പറ്റൻസ് അല്ലെ. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ സർവീസ് ഡൈവേഴ്സ് പേഷ്യന്റ് പോപ്പുലേഷൻസ് വിത്ത് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. Clinical staff should possess cultural competence, understanding and respecting various cultural practices, belief and values of give inclusive and patient-centered care. അതായത് നമുക്കറിയാം നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണെങ്കിലും അവർക്ക് അല്ലെ ഒരു പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മത്സരാധിഷ്ഠിതമായിട്ട് തന്നെ പിടിച്ചെടുക്കേണ്ടതായിട്ട് വരും. കാരണം പുതിയ പുതിയ ടെക്നോളജി നമ്മൾ പറഞ്ഞു, പുതിയ കുറെ കാര്യങ്ങൾ അവർക്ക് വേണമെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ അതിനേക്കാൾ അപ്പുറം വ്യത്യസ്ത നേച്ചറുള്ള വ്യത്യസ്ത കൾച്ചറൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന പീപ്പിൾസ് ആയിരിക്കും ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും അല്ലെ വരുന്നത്. തീർച്ചയായിട്ടും അവരുടെ സംസ്കാര രീതികളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ചിലർക്കൊക്കെ വ്യത്യസ്ത അല്ലെ നമ്മളുടേതായിട്ടുള്ള ഒരു സാംസ്കാരിക രീതികളായിരിക്കില്ല അവർക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള രീതികൾ ഒരു പക്ഷേ ചിലപ്പോൾ വേണമെങ്കിൽ റെസ്പെക്ട് ചെയ്യാനായിട്ട് ബഹുമാനാർത്ഥം കാണിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെ അവരുടേതായിട്ട് ആ ഒരു കൾച്ചറൽ നേച്ചർ അവർ പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും എന്താണ് അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അവര് ഓക്കെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു മറുപടി അല്ലെ അവര് റിയാക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മളും ഒരു അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൊടുക്കത്തക്ക വിധത്തിൽ നമ്മളും അവരോടൊപ്പം റിയാക്ട് ചെയ്യണം. ഓക്കെ, അത് അവരുടെ സംസ്കാര രീതിയായിരിക്കും അല്ലെ. അതിനോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നേച്ചർ കൂടി എന്താണ് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അവരുടെ വിശ്വാസങ്ങള്, അവരുടെ ആ സംസ്കാര രീതികള്, അവരുടെ അല്ലെ മനസ്സിലാക്കുന്ന ഒരു നേച്ചർ മനോഭാവ കാര്യങ്ങള്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മളും പൊരുത്തപ്പെട്ട് നമ്മൾ അഡാപ്റ്റബിലിറ്റിയിൽ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ ചിലപ്പോഴൊക്കെ ചലഞ്ചസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. കാരണം ചില കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കൂടി അവരുടേതായിട്ടുള്ള വരുന്ന പുതിയ വീക്ഷണകോണുകളിൽ വരുന്ന കാര്യങ്ങളായിരിക്കാം അല്ലെ. അപ്പൊ അതിനോട് ചേർന്ന് നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇച്ചിരി കൂടി വേരിയേഷൻ ഈ കാലഘട്ടത്തിൽ അല്ലെ. അപ്പൊ ഇപ്പൊ വരുന്ന ആ ഒരു നേച്ചർ അനുസരിച്ചിട്ട് കുറച്ചും കൂടി വേരിയേഷൻസ് ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാം മൊബൈൽ യുഗം ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലായിരിക്കും അല്ലെ അതിനോട് ചേർന്ന വിധത്തിലുള്ള പെരുമാറ്റ രീതികൾ നമ്മൾ അഭ്യസിക്കേണ്ടതായിട്ട് വരും. സോ അതനുസരിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. And values to give inclusive and patient-centered care. Okay, centered care. എപ്പോഴും തീർച്ചയായിട്ടും പേഷ്യന്റിനെ സർപ്രൈസ് ചെയ്ത് അല്ലെ വരുന്ന പേഷ്യന്റ് ആണ് നമ്മുടെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിചരണത്തിനും വേണ്ടിയിട്ട് അല്ലെ അതിന് ഉതകുന്ന വിധത്തിലുള്ള പെരുമാറ്റ രീതികളൊക്കെ നമ്മൾ പ്രകടമാക്കേണ്ടതാണ്. Then these are just some of the skills that a non-clinical staff in hospital should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to patient and clinical staff. Okay, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പേഷ്യന്റിനെ സപ്പോർട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ശുശ്രൂഷ കാര്യങ്ങളിൽ സ്റ്റാഫിനോടൊപ്പം തന്നെ പൊരുത്തപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ ഒരു നല്ല രീതിയിലുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു എഫിഷ്യന്റ് പ്രവർത്തനങ്ങളായിരിക്കണം നോൺ ക്ലിനിക്കൽ സ്റ്റാഫിൽ നിന്നും ഉണ്ടായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശിച്ച രീതിയിലെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ഒരു അത്യാവശ്യം ഡോക്ടേഴ്സിന് നഴ്സിന് മാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ അത്യാവശ്യം കഴിവുണ്ടായാൽ മാത്രം ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിന്ന് പോകാൻ സാധിക്കില്ല. മറ്റു തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനും അവരുടേതായിട്ടുള്ള സ്കില്ലുകൾ അത് നേടിയെടുക്കേണ്ടതാണ്. അങ്ങനെ നല്ല ഒരു കഴിവുള്ള വ്യക്തികളാണ് എങ്കിലാണ് ഹോസ്പിറ്റലിൽ അത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കാണാം. ഓക്കെയല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആയോ? കൾച്ചറൽ കോമ്പിറ്റൻസ് ആണോ? ഓക്കെ.
നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അടുത്ത ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, നമുക്ക് എനിക്ക് സ്റ്റാഫിന്റെ നിങ്ങൾ ആക്ച്വലി ഫ്രണ്ട് ഓഫീസിൽ പഠിച്ച കുറെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമുണ്ട് അല്ലെ. റെസ്പോൺസിബിലിറ്റി നമ്മൾ പല ചാപ്റ്ററിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓവർവ്യൂവില് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള അല്ലെ അവരുടെ കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സെക്രട്ടറിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്നിച്ചു ചേർന്ന ഒരു ചാപ്റ്റർ ആണ്. സോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പറ്റിയോ? റെസ്പോൺസിബിലിറ്റി സിമ്പിൾ ആയ ചാപ്റ്റർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ നോക്കാം. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ മോസ്റ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിജിറ്റലൈസ് ചെയ്യുന്ന ഡാറ്റാസ് ആണ് കമ്പ്യൂട്ടർ മോസ്റ്റ്ലി യൂസ് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ ആറ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്, അതിന്റെ പ്രോസസ്സ് ആറ് സ്റ്റോർ ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ അല്ലെ. അതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെ ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റാസ് ആണ്. They consist of a hardware and a software components that work together to carry out the various tasks. Okay, നമുക്കറിയാം എന്താണ് ഇതില് പ്രധാനമായിട്ടും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അല്ലെ, അങ്ങനെ പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് ആണ്. അവര് വേരിയസ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ടാസ്കുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും അല്ലെ അത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമായിട്ടുള്ള അതായത് പ്രോഗ്രാമുകളും അതേപോലെ തന്നെ ഫിസിക്കലി കമ്പോണൻസ് ഒക്കെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആ ടാസ്കുകൾ അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെ നമ്മൾ വിചാരിച്ച ആ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. The fundamental components of a computer consist of a central processing unit, CPU, memory, input or output devices, and storage devices. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും സിമ്പിൾ ആയിട്ടൊക്കെ തന്നെ എന്താ ചോദിക്കുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസ് വിശേഷിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെ, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറിനെ വിശേഷിപ്പിക്കുന്ന സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസുകളൊക്കെയാണ് ഇതിലെ ഫണ്ടമെന്റൽ കമ്പോണൻസ് വിശേഷിപ്പിക്കുന്നത്. The CPU is said to be the brain of the computer, responsible for carrying out the instructions and performing calculations. ഓക്കെ, നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് എല്ലാം അറിയാം അല്ലെ. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ്, ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് റിസൾട്ട് ആയിട്ട് കിട്ടുന്നതാണ്. അതേമാതിരി തന്നെ അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും എല്ലാം തന്നെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലാണ് നടക്കുന്നത്. ദെൻ മെമ്മറിയിലാണ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അല്ലെ കൈകാര്യം ചെയ്ത് പോകുന്നത്. Then responsible for carrying out instructions and performing calculations. അതായത് നമ്മുടെ CPU-ലാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നേടിയെടുത്ത് അതനുസരിച്ചുള്ള പെർഫോമൻസുകൾ അല്ലെ അവിടെയാണ് പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത്. മെമ്മറി സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോംസ് കാൽക്കുലേഷൻസ്. മെമ്മറിയിലാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് കാൽക്കുലേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. Then memory stores the data and instructions that the CPU requires to access quickly. Okay, നമുക്കറിയാം CPU ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ കറക്റ്റ് ആയിട്ട് മെമ്മറി യൂണിറ്റ് ആണ് അത് സപ്ലൈ ചെയ്യുന്നത്. Then input output device make the user able to interact with the computer such as the drawing, keyboard and mouse. Okay, നമുക്കറിയാം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന വ്യക്തി ഇന്ററാക്ട് ചെയ്യുന്നത് അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടും അല്ലെ. നമ്മൾ കീബോർഡ് മൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റാസ് ഒക്കെ ഇൻപുട്ടുകളൊക്കെ കൊടുക്കുന്നു. നമുക്ക് റിസൾട്ട് മോണിറ്ററിംഗിലൂടെ അല്ലെ കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നു. സോ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൗസ് കീബോർഡ് ഒക്കെയാണ്. സ്റ്റോറേജ് ഡിവൈസ് സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫോർ എ ലോങ് ടേം യൂസ്. ഓക്കെ, നമുക്കറിയാം ഒരുപാട് നീണ്ട കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ഡിവൈസുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് പെൻഡ്രൈവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈമിലൊക്കെ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. Then operating system and applications are software programs that allow the computer to perform specific tasks. Okay, നമുക്കറിയാം എന്താണ് അവിടെ
സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളും അതേമാതിരി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന് അല്ലെ അലോ കമ്പ്യൂട്ടർ പെർഫോം സ്പെസിഫിക് ടാസ്ക്. നമുക്കറിയാം ഏത് കാര്യമാണോ അത് പ്രത്യേക രീതിയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചതനുസരിച്ചിട്ടാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്, സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻസ് എന്തെങ്കിലുമൊക്കെ കിട്ടാത്തതുണ്ടോ? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മൗസ്, കീബോർഡ്, മോണിറ്റർ, CPU, ഇൻപുട്ട് എന്നൊക്കെ പറയുന്നത്. മോണിറ്റർ അല്ലെ സോറി കീബോർഡ് മൗസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ടേംസ് ഒക്കെ ഓക്കെയാണ്. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ വരാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ CPU-യുടെ ഫുൾ ഫോം എന്താണ്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്താണ്, എന്തൊക്കെ കമ്പോണൻസ് ഇതിൽ പെടുന്നുണ്ട് അല്ലെ, മെമ്മറിയിൽ എന്താണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എവിടെയാണ് മെമ്മറി ഉപയോഗിച്ചത്. ഓക്കെ, അതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കാം. പിന്നെ അതേമാതിരി തന്നെ അവിടെ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അതിൽ കുറെ അല്ലെ പിക്ചേഴ്സും അതിനോടൊപ്പം തന്നെ പേരുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഏതെങ്കിലും ഭാഗത്ത് അറിയാത്തതുണ്ടോ നോക്കി. മോണിറ്റർ അറിയാവുന്നതാണ്, മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ, CPU. അതൊരു ഡൗട്ട് ഉണ്ടോ? ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസർ, CPU പ്രോസസർ അല്ലെ, CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ദെൻ കമ്പ്യൂട്ടർ കേസ് സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ. അതായത് കൂടാതെ CPU ഒക്കെ ചെയ്യുന്നത്. ദെൻ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കീബോർഡ്. എന്താണ് GPU എന്നുള്ളതായിരിക്കും ചില സംശയം ഉണ്ടാവാൻ പറ്റുന്ന കാര്യങ്ങൾ തോന്നുന്നു. ആണോ? മറ്റെല്ലാം ഓക്കെ ആണോ? ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് എന്നാണ് GPU-ന്റെ ഫുൾ ഫോം. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. അറിയാവുന്നതാണ്. അതായത് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻസ് അല്ലെ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ വിഷ്വലി കാണിച്ചു തരാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് GPU അല്ലെ. അതായത് ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ്. അത് മാത്രം പുതിയതായിട്ടുള്ളൂ അല്ലെ, ബാക്കിയെല്ലാം അറിയാവുന്നതല്ലേ? അത് നമുക്ക് പുതുമയൊന്നുമല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഫണ്ടമെന്റൽ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഗ്ലോഡ് അല്ലെ. അവിടെ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചും കൂടി കാര്യങ്ങൾ, അതായത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് അവിടെ പോയിന്റ് 1 by 1 ആയിട്ട് വീണ്ടും പറയുന്നതേ ഉള്ളൂ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ലെ. ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ ലൈക്ക് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ് ആൻഡ് മദർ ബോർഡ്. ഓക്കെ, ഇതെല്ലാം എന്താണ് ഹാർഡ്വെയർ ആണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ കമ്പോണൻസ് ആണ്. അതിൽ എന്തൊക്കെ പെടാം അല്ലെ, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കാം. എന്താണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതായത് മൗസ്, മോണിറ്റർ, ഇതൊക്കെ നമുക്ക് അല്ലെ തൊടാനും കാണാനൊക്കെ പറ്റുന്ന സംഭവങ്ങളാണ്. ആൻഡ് മദർ ബോർഡ്. ഓക്കെ, അതൊക്കെയാണ് എന്താ പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അല്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം എന്തൊക്കെയാണ് ഇതിൽ പെടുന്നത്. കോഡ് 1 ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ സോഫ്റ്റ്വെയറിന്റെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെ ഹാർഡ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ദാറ്റ് മേക്ക് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്ക്. This consists of a system software, example Windows, Mac OS, then Linux and application software, example word processor, web browsers, games. Okay, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതായത് സിസ്റ്റം പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത്തരം പ്രോഗ്രാംസുകളെയാണ് എന്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് കാണാനൊന്നും പറ്റുന്നില്ല, നമ്മൾ പക്ഷേ പ്രവർത്തിച്ച് അല്ലെ അതിന്റെ റിസൾട്ടുകൾ നമുക്ക് നേടാൻ സാധിക്കും. ഇൻപുട്ട് കൊടുത്ത് ആ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഔട്ട്പുട്ടുകൾ റിസൾട്ടുകളൊക്കെ നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളെയാണ് എന്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ഒക്കെ നോക്കാം. വിൻഡോസ്, മാക് ലിനക്സ് ഇതെല്ലാം സോഫ്റ്റ്വെയറുകളാണ്. ആ സോഫ്റ്റ്വെയറുകളെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വിൻഡോസ്, മാക് ലിനക്സ് ഒക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്
വേർഡ് പ്രോസസ്സർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്കറിയാം അല്ലെ, ചിലതൊക്കെ കോമൺ ആയിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ ആ സോഫ്റ്റ്വെയർ അല്ലെ, ഒരു കുട്ടിക്ക് കളിക്കാനുള്ള ഗെയിം ഉണ്ടാവണമെങ്കിൽ ആ ഗെയിം നമ്മുടെ മൊബൈലിൽ ഉണ്ടാവണം അല്ലെ, എങ്കിൽ മാത്രമാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അതങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് ലഭ്യമാവുള്ളൂ അല്ലെ. കോമൺ ആയിട്ടുള്ള ഒരു സംഭവം തന്നെ അല്ലെ. അപ്പൊ അത് എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ഒപ്പം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പെടുന്നതാണ് വിൻഡോസ്, മാക്രോസ്, ലിനക്സ് ഒക്കെ. ദെൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ് ഒക്കെ. ഓക്കെ, ക്ലിയർ ആണോ? ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, എത്ര തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, then ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ള എക്സാമ്പിളുകൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നു. ഇപ്പോഴും ക്വസ്റ്റ്യൻസ് അതേ മോഡലിൽ തന്നെ കാണാറുള്ളത്. സോ അതുകൊണ്ട് അല്ലെ, ഓർഡർ നടത്തുന്നോ അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണാറുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അത് നമുക്കറിയാവുന്നതാണ്. CPU അല്ലെ, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണ്. The brain of the computer that carries out the instructions, performs calculations, and controls the data processing. Okay, കമ്പ്യൂട്ടറിലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വഹിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് കൺട്രോൾ അല്ലെ, കൃത്യമായിട്ട് അത് റിസൾട്ട് ഒക്കെ തരുന്നത് ആരാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. അതാണ് പ്രവർത്തനങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളൊക്കെ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് ആക്കി എടുക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലാണ്. അവിടെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് മെമ്മറിയാണ്. മെമ്മറി എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് സ്പേസ് where the computer stores data and instructions that are currently used. It includes random access memory and cache memory. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് മെമ്മറിയില് ടെമ്പററി സ്റ്റോറേജ് അല്ലെ, അതില് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നീണ്ട നാളത്തേക്ക് അല്ലെ, അവിടെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ട്. നോക്കാം, ഇത് ഇൻക്ലൂഡ്സ് റാൻഡം ആക്സസ് മെമ്മറി അല്ലെ. ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുമ്പോൾ RAM, അത് കാഷ് മെമ്മറിയിൽ പെടുത്തുന്നു. ദെൻ അതാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഡാറ്റാസുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റാൻഡം ആക്സസ് മെമ്മറിയിലാണ്. ദെൻ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ എന്താണ്, പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്, എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് used to store data, programs and operating systems even when the computer is a power off. Okay, നമ്മളിപ്പോ സ്റ്റോർ ചെയ്ത് അല്ലെ, സേവ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമ്മുടെ ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടാതെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ ഡാറ്റ ചെയ്യുന്നതോടൊപ്പം തന്നെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ, ഏതെങ്കിലും ഡിസ്കിലോ ഹാർഡ് ഡിസ്കിലോ അല്ലെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിലൊക്കെ നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എന്താ പ്രത്യേകത, കമ്പ്യൂട്ടറിൽ ഇൻ കേസ് പവർ ഓഫ് ആയി പോയാൽ പോലും അത്തരത്തിലുള്ള ഡാറ്റാസ് നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അതാണ് സ്റ്റോറേജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് IO അല്ലെ ഡിവൈസ് എന്ന് പറയുന്നത്. there are a device used in interact. എന്തായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്? നമ്മൾ സാധാരണ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാമോ എന്തൊക്കെയായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ? ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് അല്ലെ, അതായത് സെൻട്രൽ പ്രോസസ് യൂണിറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇൻപുട്ടിനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കീബോർഡ് ഉപയോഗിക്കും, മൗസ് ഉപയോഗിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് അല്ലെ, നമുക്കത് പ്രകടമായിട്ട് കാണണം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. അതെങ്ങനെ നമുക്കത് ലഭ്യമാകുന്നത്? മോണിറ്ററിൽ കൂടെ ലഭ്യമാകും. ഇനി അത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം, അതായത് മറ്റുള്ളവർക്കും കൂടി പാസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പ്രിന്ററും സ്കാനറൊക്കെ ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ എന്താ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഓർത്ത് വെക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾ computer resources, control hardware device, and provide a user interface for interacting with the computer. Okay,
അപ്പൊ തീർച്ചയായിട്ടും എന്താണ് സോഫ്റ്റ്വെയർ കൺട്രോൾ ഇതെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൽ പെടുത്താം അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഇന്റഗ്രേറ്റഡ് ഇതിലേക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലെ. അവിടെ കമ്പ്യൂട്ടർ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ആ വിഭവശേഷി അത് കൈകാര്യം ചെയ്ത് ഹാർഡ്വെയർ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്കത് റിസൾട്ട് നേടിത്തരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ OS എന്നുള്ള രീതിയിലുള്ള ഫുൾ ഫോം ചോദിച്ചാലും ഓർത്ത് വയ്ക്കുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുള്ളത്. അതൊരു സോഫ്റ്റ്വെയർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ആ സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത്? കൺട്രോൾ കമ്പ്യൂട്ടർ റിസോഴ്സസ്, കമ്പ്യൂട്ടറിലുള്ള ആ റിസോഴ്സസ് ഉപയോഗിച്ച് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് ഹാർഡ്വെയർ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടാണ് അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ടിലേക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ആയിട്ട് ലഭ്യമാക്കി തരും. അത് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്കത് ലഭ്യമാക്കി തരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? 7 പോയിന്റും ാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. കമ്പ്യൂട്ടറിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു സെമിനാർ സംഘടിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻസ് കൈകാര്യം ചെയ്യാനായിരിക്കും. കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളതൊക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. മാനുവലി നമുക്കറിയാം ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഓരോ സോഫ്റ്റ്വെയറിനും ഓരോ പ്രത്യേകതകളുണ്ട്. കാരണം ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് കൂടുതലാണ് അല്ലെ. അപ്പോ ഇപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡിന് ഉള്ള കാര്യങ്ങളായിരിക്കില്ല പവർ പോയിന്റിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സലിൽ ഉണ്ടാവുക. അപ്പൊ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ. ഇപ്പൊ കാൽക്കുലേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാനാണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിനേക്കാൾ നല്ലതായിട്ട് ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? മൈക്രോസോഫ്റ്റ് വേർഡിനേക്കാളും കാൽക്കുലേഷൻ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? എക്സൽ ആയിരിക്കും. കാരണം അവിടെ കുറെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കും, കൂടുതലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാനാണെങ്കിൽ ഓക്കെ, നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സോഫ്റ്റ്വെയർ ആയിരിക്കും? പവർ പോയിന്റ് ആയിരിക്കും. കാരണം എന്താ, അതിൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോ ക്ലിപ്സും ഓഡിയോ ക്ലിപ്സും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നമ്മളുടേതായിട്ടുള്ള പ്രസന്റേഷൻ ഒക്കെ വളരെ രസകരമാക്കി തീർക്കാനായിട്ടും അതനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ഓരോന്നിന്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ അതേമാതിരി നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിനും പ്രത്യേകതയുണ്ട്. ഓക്കെ, ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം, റെസ്യൂംസ് ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. തീർച്ചയായിട്ടും ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് അല്ലെ. അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് വൈഡ്ലി എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് അല്ലെ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. It permits users to create, edit, format, and save documents for different purposes like writing reports, letters, resumes, and more. നമുക്കറിയാം ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് അല്ലെ. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും? ഒരു സംഭവമാണെങ്കിൽ അതിനെ ഒരു നമ്മളെ ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ കൂടി എന്താ പറയാ ഒരു നല്ല ബ്രൈറ്റ്നെസ് വേണമായിരുന്നു അല്ലെ. ചിലപ്പോൾ അത്രയും ബ്രൈറ്റ്നെസ് വേണ്ട, അതിന്റെ സൈസ് കുറയ്ക്കണമായിരുന്നു. അപ്പൊ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡിലുണ്ട്. ഓക്കെ, it permits users to create, edit, format, and save documents for
ഡിഫറെന്റ് പർപ്പസ് ലൈക്ക് റൈറ്റിംഗ് റിപ്പോർട്ട്സ് ലെറ്റേഴ്സ് റെസിപ്റ്റ്. അപ്പൊ നമുക്കറിയാം ചിലതൊക്കെ കോളം വരച്ച് ചെയ്യണമെന്നുണ്ടാവും. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യില് അല്ലെ വേർഡിന്റെ ആണെങ്കിലും ഇതിൽ തന്നെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് അല്ലെ ഫോമാറ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ ഫോമാറ്റിൽ ചിലപ്പോൾ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഓൾറെഡി കുറച്ച് ലെറ്റേഴ്സിന്റെയോ റെസ്യൂംസിന്റെയോ റിപ്പോർട്സിന്റെ ഒക്കെ ഫോമാറ്റ് ഉണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്താം. ചേഞ്ചസ് വരുത്താനായിട്ടുള്ള പല ഓപ്ഷനുകളുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഫോർമേഷൻ നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും ഇത് പ്രദാനം ചെയ്യുന്നു. There are some important features and functionalities of Microsoft Word. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേഡിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇനി പ്രതിപാദിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. ഫസ്റ്റ് പോയിന്റ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് കുഴപ്പമില്ലാതെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ. എല്ലാം അവന് എന്താ പറയാ ഒരുപാട് നോളജ് കിട്ടിയിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബുദ്ധിമുട്ട് കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റ് വേഡ് ഓഫേഴ്സ് യൂസർ ഫ്രണ്ട്ലി ആൻഡ് എന്താണ് ഇന്റർഫേസ് മേക്കിംഗ് ഇത് reachable to both the beginners and experienced users. Okay, അപ്പോൾ തുടക്കക്കാർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണെന്നാണ് ഇവിടെ പറയുന്നത്. The toolbar and the ribbon provides if you can read to different formatting and editing options. ഇതിന്റെ പ്രത്യേകത കണ്ടാൽ നമുക്കറിയാം. ഇപ്പൊ മൈക്രോസോഫ്റ്റ് പേര് എടുത്തിട്ട് നമ്മൾ മൗസ് കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ചലിപ്പിച്ചാൽ അല്ലെ ആ ടൂൾ ബാറിനനുസരിച്ചിട്ട് എവിടെയെങ്കിലും ചലിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് തന്നെ അതിൽ പ്രസന്റിൽ അത് വ്യൂ ചെയ്ത് കാണിച്ചു തരും എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഫോമാറ്റ് ആണെങ്കിൽ ഇതിൽ ഇതിന്റെ സാധനങ്ങളുണ്ട് അല്ലെ. എങ്ങനെ കാണിച്ചു തരില്ലേ? നമ്മൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിച്ചു തരില്ലേ എന്തൊക്കെയാണ് അതിലോ ഓപ്ഷൻസ് ഒക്കെ ഉള്ളതെന്നുള്ള കാര്യങ്ങൾ ഇല്ലേ. ടൂൾ ബാർ എടുത്തിട്ട് അല്ലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അറിയാലോ അല്ലെ. ഫ്രണ്ട്ലി ഒരു നേച്ചറിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റില്ലേ. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റ് വേഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി അല്ലെ നമ്മൾ ഒരുപാട് ചിലപ്പോൾ പല കാര്യങ്ങളും പല വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പരിചിതമായിരിക്കും. സ്കൂൾ ലെവലിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അഭ്യസിച്ചിരിക്കുന്നത്. പക്ഷെ നവഡേയ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രണ്ട്ലി നേച്ചറിലാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ് മൗസ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ അതിനുള്ളിൽ എന്തൊക്കെയാണ് മറ്റുള്ളത് അല്ലെ. സൈസ് കൂട്ടാനാണോ, മർജ് ചെയ്യാനാണോ, പേസ്റ്റ് ചെയ്യാനാണോ, കട്ട് ചെയ്യാനാണോ ഇതൊക്കെയുള്ള ജസ്റ്റ് ആ ഫോമാറ്റുകൾ നമുക്ക് കാണിച്ചു തരും. സോ അതനുസരിച്ചിട്ട് നമുക്ക് എന്താ വേണമെങ്കിലും ആ ഒരു ഫോമാറ്റിൽ വ്യക്തി തീർക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് അത് ഫ്രണ്ട്ലി നേച്ചറാണെന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ എഡിറ്റിങ്ങും ഫോമാറ്റിങ്ങും അതനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഓക്കെ, അപ്പോ ഇതില് ഇനിയിപ്പോ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ പ്രത്യേകത? യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്സ് ഫ്രം സ്ക്രാച്ച് ഓർ ചൂസ് ഫ്രം എ റേഞ്ച് ഓഫ് ടെംപ്ലേറ്റ്സ് പ്രൊവൈഡ് ബൈ വേർഡ്. ഓക്കെ, ഇതില് പ്രധാനമായിട്ട് പറയാണ് പുതിയൊരു ഡോക്യുമെന്റ് നമുക്ക് ചെയ്യണമെങ്കിൽ തന്നെ മോസ്റ്റ് ഓഫ് ദം അല്ലെ ഒരുപാട് ചൂസ് ചെയ്യാനായിട്ടുള്ള കുറെ ഫോമാറ്റുകൾ അവിടെ കാണിച്ചു തരും അല്ലെ. ആദ്യം അത് കാണിച്ചു തരും. It offers a vast set of formatting tools for text, paragraphs and pages, permitting users to customize the appearance of their documents. അത് മാത്രമല്ല ഇതിന്റെ ഭേദഗതികളൊക്കെ വരുത്താനായിട്ട് അല്ലെ പാരഗ്രാഫ് സെറ്റ് ചെയ്യാനോ പേജസ് മാറ്റാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈസ് കൂട്ടാനോ അപ്പിയറൻസ് എന്തെങ്കിലുമൊക്കെ മാറ്റാനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള വാസ്റ്റ് സെറ്റിംഗ്സ് അവിടെ ഉണ്ട് അല്ലെ. ഫോമാറ്റിക് വാസ്റ്റ് സെറ്റിംഗ്സുകളുണ്ട്. സോ അതനുസരിച്ചിട്ട് നമുക്ക് അതിന്റെയൊക്കെ ലെങ്തോ സ്റ്റൈലോ അല്ലെങ്കിൽ പാരഗ്രാഫിന്റെ കൂട്ടാനോ അങ്ങനെ എല്ലാ തരമുള്ള കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് ഫോമാറ്റുകൾ ഉണ്ടാകും. അതിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷനുകളും അവിടെ പ്രധാനമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് എന്താണ് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. തേർഡ് പോയിന്റ് നോക്കാം, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. എന്താണ് കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്നത്? മൈക്രോസോഫ്റ്റ് വേഡ് സപ്പോർട്ട്സ് കൊളാബറേഷൻ ഫീച്ചേഴ്സ് making multiple users able to work on account at the same time. അല്ലെ, നമുക്ക് ഒരു സമയം തന്നെ വ്യത്യസ്ത വർക്കേഴ്സിന് വേണമെങ്കിൽ അല്ലെ നമ്മളിപ്പോ ഒരു ട്രാൻസ്ലേറ്റ് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, മറ്റൊരാളും വർക്ക് ചെയ്യുന്നു. ഓക്കെ,
അതെല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ച് ഇണക്കി കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യം കൂടി ഇതിലുണ്ട് അല്ലെ. അപ്പൊ കൊളാബറേറ്റ് ചെയ്ത് അല്ലെ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നു. Users can track change, label comments and merge edits made by different contributors. Okay. അപ്പൊ ഒരു കൂട്ടർ വായിച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടി കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നതാണ്. അപ്പൊ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ചിട്ട് അവർ ചെയ്ത ഡാറ്റ കൂടി വന്നത് കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ. അപ്പൊ ഇൻ കേസ് അതില് കുറച്ചും കൂടി വേറെ എന്തെങ്കിലുമൊക്കെ ട്രാക്കുകളോ അല്ലെങ്കിൽ അല്ലെ അറേഞ്ച്മെന്റ്സുകളിലെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്താണെങ്കിൽ അടുത്ത കൂട്ടർക്ക് അതുകൂടി കൈകാര്യം ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാവന ചെയ്യുന്ന വ്യക്തികളൊക്കെ അല്ലെ ആ ഒരു ഫോമില് ആർക്കൊക്കെ പണിയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടോ അവർക്കൊക്കെ അതിൽ ഒന്നിച്ച് നിന്ന് പണിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഡോക്യുമെന്റ് ക്യാൻ ഓൾസോ ബി സിംപ്ലി ഷെയർഡ് ത്രൂ ഇമെയിൽ, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. നമുക്കറിയാം അത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും, മറ്റൊരാൾക്കൊക്കെ കൊടുക്കാനായിട്ട് അല്ലെ സെൻഡ് ചെയ്യാനും മെസ്സേജ് ചെയ്യാനും എല്ലാത്തിനുള്ള സാഹചര്യങ്ങൾ ഇമെയിൽ വഴിയൊക്കെ ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്ന് പറഞ്ഞാൽ വീണ്ടും നഷ്ടപ്പെടാത്ത തരത്തിലുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലിങ്കിൽ കയറി എപ്പോ വേണമെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ചെയ്യണോ? ഏത് പോയിന്റും ഒക്കെയാണോ? പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ? സിമ്പിൾ പോയിന്റ്സ് അല്ലേ? കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ. പക്ഷെ നമുക്ക് അറിയണം അല്ലെ, മോസ്റ്റ്ലി നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, മടിപ്പാണെങ്കിൽ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. ഒരു പോയിന്റ് കൂടി നോക്കാം. റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. ഓക്കെ. അതായത് ഫോർമാറ്റ് രൂപകൽപ്പന ചെയ്യാനായിട്ട് ഒരുപാട് സംഗതികൾ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. Provide a lot of formatting options for text, which includes font size, style, colors and effects. Okay, ഫോണ്ടിന്റെ കാര്യമാണെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ലെറ്ററിന്റെ സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റാം, സൈസ് വേണമെങ്കിൽ ചെയ്യാം, കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ. എനിവേ എന്ത് തരത്തിലുള്ള എഫക്ട്സുകൾ വേണമെങ്കിൽ നമുക്ക് അതിന് വരുത്തിയെടുക്കാനായിട്ട് സാധിക്കും. Users can apply formatting to paragraphs, adjust line spacing, arrange text and add bullet point or numbering. Okay. വേണമെങ്കിൽ പോയിന്റും പാരഗ്രാഫുകളൊക്കെ തമ്മിൽ വേണമെങ്കിൽ അകലം സാമാന്യങ്ങളോ അല്ലെ, അവിടെ സ്പേസ് ഒക്കെ ലൈനുകൾ തമ്മിൽ സ്പേസ് വേണമെങ്കിൽ സ്പേസ് ഒക്കെ കുറച്ചൊക്കെ കൊടുക്കാം അല്ലെ. ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അല്ലെ, അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള കൈകാര്യം ചെയ്യാം. ഇൻ കേസ് ഓരോന്നിനും അല്ലെ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് പോയിന്റോ അല്ലെങ്കിൽ നമ്പറിംഗ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ആൽഫാബറ്റിക് കോഡ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകളുണ്ട്. It also offers modern features such as headers and footers, table and style for consistent document formatting. Okay, വേണമെങ്കിൽ നമുക്കറിയാം നമ്മൾ ഹെഡേഴ്സും ഫൂട്ടേഴ്സും എന്നൊക്കെ പറഞ്ഞ എന്താണ്, ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഏറ്റവും ടോപ്പിലും ഫേസ് എന്ന് പറയുമ്പോൾ ഏറ്റവും അടിയിലൊക്കെ കൊടുക്കുന്ന ഒരു രീതി അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് സവിശേഷതകളും വേണമെങ്കിൽ നമ്മുടെ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫോർമാറ്റിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ടേബിളുകൾ കൊടുക്കാം, സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് ഒക്കെ കൊടുക്കാം, നോട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എന്താണ് ഹെഡേഴ്സ് വേണമെങ്കിലൊക്കെ കൊടുക്കാം, നമ്പർ അല്ലെങ്കിൽ ബുള്ളറ്റ് സ്റ്റൈലോ അല്ലെങ്കിൽ സ്പേസും സ്പാൻ ഓഫ് ലൈൻ അല്ലെ, അതായത് കേസ് അകലങ്ങൾ അല്ലെ, ഓരോ ലൈനൊക്കെ തമ്മിലുള്ള സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാത്തിനുള്ള ഓപ്ഷൻസ് അല്ലെ, ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ വളരെ ഹൈയാണ്, റിച്ച് ആണെന്ന് പറയുന്നത് വളരെ അധികമായിട്ടാണ് പ്രോസസ്സിംഗ് ഉള്ളതെന്നാണ് ഇവിടെ വിശേഷിക്കുന്നത്. ണോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. 10 പോയിന്റ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് തുടങ്ങി നമുക്ക് അടുത്ത നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.